ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIയുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോയുടെ ഇന്നത്തെ കോൺവെർസേഷൻ. അതായത് നമ്മളുടെ രാജ്യത്ത് ബാങ്കുകളുടെ ബ്രാഞ്ചസിന്റെ എണ്ണം കൂടി, പക്ഷേ ATMകളുടെ എണ്ണം അല്ലെങ്കിൽ ATM കൗണ്ടറുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് RBIയുടെ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം അതിന്റെ കാരണവും RBI വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ATM കൗണ്ടറുകളുടെ എണ്ണം കുറഞ്ഞതും ബാങ്ക് ബ്രാഞ്ചസിന്റെ ഒക്കെ തന്നെ എണ്ണങ്ങൾ കൂടിയതും എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 2024 മാർച്ച് 31 ATMകളുടെ എണ്ണം 22,53,417 ആയിരുന്നു. ഈ വർഷം മാർച്ച്, അതായത് 2020 മാർച്ച് 31 ആയപ്പോഴത്തേക്ക് 2,51,057 കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യത്ത് ATM കൗണ്ടറുകളുടെ കുറവുണ്ടായി. അറ്റ് ദ സെയിം ടൈം ബാങ്ക് ബ്രാഞ്ചസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിന് കാരണം ഡിജിറ്റലൈസേഷൻ ഇന്ത്യയിൽ വ്യാപകമാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എന്നാണ് RBI പറയുന്നത്. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടിയതോടുകൂടി നോട്ടുകളുടെ ഉപയോഗം, എക്സ്ചേഞ്ച്, നമുക്ക് ഫിസിക്കലായിട്ടുള്ള കറൻസി നോട്ട്സുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സാധ്യതയ്ക്ക് കുറവ് വന്നതിന്റെ കാരണമായിട്ടാണ് ATM കൗണ്ടറുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്ന് പറയുന്നത്. RBI കൃത്യമായിട്ടത് പറയുന്നുണ്ട്. പൊതുമേഖലാ ബാങ്ക് ശാഖകളുടെ എണ്ണത്തിൽ 2% വർധന ഉണ്ടായിട്ടുണ്ട്. അത് RBIയുടെ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിലാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് നോക്കാം. RBIയുടെ നമ്മൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത് RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ 2024-25 എന്നുള്ള ആ റിപ്പോർട്ടിനകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് നമുക്ക് നോക്കാം എന്താണ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു എന്താണ് ബ്രീഫായിട്ടൊരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു വിവരണം പറയാം. അപ്പോൾ രാജ്യത്ത് നമ്മൾ പറഞ്ഞു 2024 മാർച്ചിന് മൊത്തം 2,53,417 ATM ഉണ്ടായിരുന്നു. 2025 മാർച്ച് 31 ആയപ്പോഴത്തേക്ക് അതിനകത്തിൽ ഇത് 2025 മാർച്ച് വരെയുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം ഇത്രയും മാസങ്ങളായിട്ടുണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് ഈ ഒരു വർഷത്തെയാണ്. ഇപ്പോൾ 2025 മാർച്ച് ആയപ്പോഴത്തേക്ക് 2,51,057 അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് 53,417 നിന്നും 51,057 കുറഞ്ഞിട്ടുണ്ട്. ആ കുറവിന് കാരണം ഡിജിറ്റലൈസേഷൻ കൂടി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ ബാങ്കുകളുടെ ATM നെറ്റ്വർക്കിലും കുറവുണ്ടായിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് മറ്റേത് രാജ്യത്തെ മൊത്തം ATMകളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. 2,53,000 നിന്നും 2,51,000 എന്ന് പറഞ്ഞത്. സ്വകാര്യ ബാങ്കുകളുടെ കാര്യത്തിൽ ഒരു വർഷം മുമ്പ് 79,884 ATM സെന്ററുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം മാർച്ചിന് അത് 77,000 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളുടെ ATM സെന്ററുകളുടെ എണ്ണം 1,34,694 ആയിരുന്നു. അത് 1,33,544. അപ്പം പൊതുമേഖല പബ്ലിക് സെക്ടർ യൂണിറ്റിലും പ്രൈവറ്റ് സെക്ടർ യൂണിറ്റിലും രണ്ടിലും ATM കൗണ്ടറുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഈ കാണിക്കുന്നത് നമ്മളുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, UPI അതുപോലുള്ള എന്നുവെച്ചാൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ്റെ ഒരു വ്യാപനമാണ് അല്ലെങ്കിൽ വർധനമാണ് ഈ പറഞ്ഞ ഈ ഒരു ട്രെൻഡിന് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പ്രത്യേക ഒരു ഡെവലപ്മെന്റ് കാരണം RBI പറയുന്നത്. ഈ വൈറ്റ് ലേബൽ ATMs ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇന്ത്യ ബാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള ATMs ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ ബാങ്ക് അല്ല, ഇന്ത്യ ATM, അതുള്ള വൈറ്റ് ലേബൽ ATMs ഉണ്ട്. ഈ വൈറ്റ് ലേബൽ ATMs എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ നടത്തുന്നതായിരിക്കത്തില്ല. ഇപ്പം നമുക്കറിയാം SBIയുടെ ATM ഉണ്ട്, HDFCയുടെ ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്. ഇതൊക്കെ ബാങ്കുകളുടെ ATMs ആണ്. ഈ ബാങ്കുകളിലല്ലാത്ത ഈ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ATMs ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമല്ല, അത്തരം ATMസിനാണ് വൈറ്റ് ലേബൽ ATM എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് ലേബൽ ATMസിൻ്റെ എണ്ണം 34,602 നിന്നും 36,216 ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ നമുക്കറിയാം, അവർ പൊതുവെ ഗ്രാമീണ നഗരമേഖലകളിൽ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ സ്വകാര്യ ബാങ്കുകൾ കൂടുതലും
മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും അല്ലെങ്കിൽ അതുപോലുള്ള സിറ്റികളിലൊക്കെ തന്നെയാണ് കൂടുതൽ അവരുടെ ATMകളും അവരുടെ ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ബ്രാഞ്ചസിന്റെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ ATMന്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത് കുറയെന്ന് പറഞ്ഞത്. ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ന് നമുക്കറിയാം, മൊബൈലിൽ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ, മൊബൈലല്ല, നമുക്ക് പിന്നെ നെറ്റ് വഴി നമുക്ക് ഇന്ന് ഈ പറഞ്ഞ ബാങ്കിങ് സർവീസസ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അക്കൗണ്ട് തുറക്കാനും നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബാങ്കുകളെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണം പൊതുവെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻ വർഷത്തേക്കാളിൽ 2.8% വർദ്ധിച്ചിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകളാണ് കൂടുതൽ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തായിട്ട് കാണുന്നത്. സ്വകാര്യ ബാങ്കുകളിലെ പുതിയ ശാഖകൾ തുറക്കുന്നത് 67.3% നിന്നും 51.8% കുറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ബാങ്കുകളിൽ. പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യത്തിലാണ് ബ്രാഞ്ചുകൾ തുറക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ATM കുറയ്ക്കുന്നത്, ATMന്റെ ഒരു ബാങ്കിനെ സംബന്ധിച്ച് ATM ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ATM അവർക്ക് ഓപ്പൺ ചെയ്യാൻ, അവർക്കൊരു പുതിയ ATM തുടങ്ങാതിരിക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് ചിലവ്. ഇപ്പം നമുക്കറിയാം, ഏതൊരു ബിസിനസ് ചെയ്യുന്ന സ്ഥാപനവും എത്രയും ചിലവ് കുറയ്ക്കാം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിരിക്കും അവരെ സംബന്ധിച്ചുള്ളത്. ബാങ്കിങ് സെക്ടറിലായാലും മറ്റേത് സെക്ടറിലായാലും അവരെ സംബന്ധിച്ച് എല്ലാവരെയും കുഴപ്പിക്കുന്ന വലിയ പ്രശ്നം അവരുടെ വർദ്ധിച്ചു വരുന്ന ചിലവുകളാണ്. അപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന ചിലവുകളിനകത്തിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കുറവുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അവരത് തീർച്ചയായിട്ടും ആ നടപടി അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിനെയാണ് നമുക്ക് പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത് അവരുടെ ലാഭത്തെ കൂടുതൽ കൂട്ടുകയും ഇല്ല അവരുടെ പ്രവർത്തനക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ATMകൾ കൂടുതൽ തുറക്കുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് കൂടുതൽ ചിലവുണ്ടാക്കി വെക്കും. അപ്പോൾ ഒരു ATM അവർക്ക് തുറക്കേണ്ട അല്ലെങ്കിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അത്രയും ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ATMായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകൾക്ക് സംബന്ധിച്ച് ഭയങ്കര ഒരു അവരുടെ എന്താണ് പറയുന്നത്, P&L അത് വലിയൊരു എക്സ്പെൻസറാണ് അവർക്ക്. അതായത് മെഷീൻ വാങ്ങണം, അതുപോലെ തന്നെ സ്ഥലവാടക. മിക്കവാറും എല്ലാ ATMസും റെന്റഡ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, പിന്നെ ഈ ക്യാഷ് ഫില്ല് ചെയ്യണം, സുരക്ഷ, അവരുടെ സർവീസ് മെയിൻ്റനൻസ്, ഇങ്ങനെ ഒട്ടനവധി പിന്നെ ചെലവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ ATMനെ സംബന്ധിച്ചും എല്ലാ ബാങ്കിനും ഒരു നല്ല തുക അവർക്ക് ചിലവാകുന്നുണ്ട്. അപ്പോൾ ATMന്റെ എണ്ണം കുറയുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് തുറക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള ATMനെ അവർക്ക് കുറയ്ക്കാൻ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു ചെലവ് ചുരുക്കൽ നടപടിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ വർദ്ധിച്ചു വരുന്ന ചെലവിനെ അവർക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ സാധിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ബാങ്കുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ATMന്റെ എണ്ണം കുറയുക എന്നുള്ളതിനാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. ATMs ഓക്കെ, ഓഫ് കോഴ്സ് നമുക്കറിയാം, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് 24/7, കാരണം ബാങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അവിടെ തെള്ളും തിരക്കും ഉണ്ടാക്കാതെ നമുക്ക് ATMs ഉള്ളതുകൊണ്ട് അങ്ങനെ ബാങ്കിങ്ങിന്റെ ഓപ്പറേഷൻസിനെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ATM ഓപ്പൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ചിലവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ബാങ്കുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ATM എന്താ പറയുന്നത്, ഒരു ബ്രാഞ്ച് ഒഴിവാക്കുക അല്ലെങ്കിൽ ATM കൗണ്ടർ ഒഴിവാക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് തുറക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇന്റർചേഞ്ച് ഫീസ് അവർക്ക് ഒഴിവാക്കാം. എന്നുവെച്ചാൽ മറ്റൊരു ബാങ്കിന്റെ ATM ഉപഭോക്താവ് എന്നുവെച്ചാൽ ഒരു കാർഡ് ഹോൾഡർ, ഫോർ എക്സാമ്പിൾ SBIയുടെ ATM കൗണ്ടറിൽ മറ്റൊരു ബാങ്കിന്റെ കാർഡ് ഹോൾഡർ ഈ ATM കൗണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ബാങ്ക് ഇന്റർചേഞ്ച് ഫീസ് നൽകണം. നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ കാര്യത്തിൽ ഇന്റർചേഞ്ച്, മാസ്റ്ററിനോ വിസയ്ക്കൊക്കെ ഇന്റർചേഞ്ച് ഈ ഫീസ് അല്ലെങ്കിൽ പേയ്മെന്റ് നൽകുന്നത് പോലെ തന്നെ. അപ്പോൾ ATM ഉപയോഗം കുറയുകയും ഡിജിറ്റൽ പേയ്മെന്റ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ ഫീസുകളൊക്കെ തന്നെ കുറയുന്നുണ്ട്, ബാങ്കുകളെ സംബന്ധിച്ച് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ബാങ്കുകൾക്ക് UPI, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ആപ്പുകൾ, ഇല്ലേ, കാർഡ് പേയ്മെന്റുകൾ, ഈ ഈ പറഞ്ഞ പേയ്മെന്റ് മോഡ് ഈ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് ATM ട്രാൻസാക്ഷനേക്കാളിലും കുറഞ്ഞ ചിലവിൽ ബാങ്കുകൾക്ക് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് പ്രിഫറബിൾ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചില സേവനങ്ങളൊക്കെ ഫീസ് ഈടാക്കാനും അതുപോലെ തന്നെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള ക്രോസ് സെല്ലിംഗ് നടത്താനും ഒക്കെ ബാങ്കുകൾക്ക് സാധിക്കും. അപ്പോൾ ടോട്ടലി ATM ഒരു കൗണ്ടർ അവർക്ക് റൺ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അവരത് പരമാവധി ഒഴിവാക്കുന്നു. ബാങ്കിനെ സംബന്ധിച്ച് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ. കാരണം ATMുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളുടെ അത്രയും ചിലവുകൾ പോലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെ എന്താണ് പറയുന്നത്, റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അത് നമ്മൾ ആദ്യമേ RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ ഹോം പേജിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, രണ്ട് റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ 24-25 എന്ന് കാണാം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ വിൻഡോയിലൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. അവിടെ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ 2025 സോറി ഡിസംബർ 29, 2025 അവരത് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ആൻഡ് ATM ഓഫ് ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്, അവിടെ PDF നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ 24-25 ബ്രാഞ്ചസ് ആൻഡ് ATMs ഓഫ് ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഇത് പബ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ചുള്ളതാണ്. പബ്ലിക് സെക്ടർ ബാങ്കിൽ ഇപ്പം 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉള്ളു ഇന്ത്യയിൽ. ഇപ്പം ഇതിനെക്കുറിച്ച് 3 ആക്കാനാണ് ഗവൺമെൻറ് പരിപാടി. ഈ 3 ഇതിനകത്തിൽ നമുക്ക് അറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പിന്നെ കാനറ ബാങ്ക്. ഈ 3 ബാങ്കിനെ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും മെർജ് ചെയ്തിട്ട് ഇതിനകത്തിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഗവൺമെൻറ്. 2026 മിക്കവാറും അത് എന്താ പറയുന്നത്, ഇങ്ങനൊരു ഈ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ എണ്ണം കുറച്ച് 12 എന്നുള്ള എണ്ണം കുറച്ച് 3 ആക്കാൻ മിക്കവാറും 2026 തന്നെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബ്രാഞ്ചസ് ആണ് പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആയിരിക്കും എണ്ണം കൂടുതൽ. റൂറൽ, സെമി അർബൻ, അർബൻ, മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ 4 സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ റൂറൽ SBIക്ക് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള റൂറൽ നമ്മുടെ ഗ്രാമീണ മേഖലകളാണ്. പിന്നെ സെമി അർബൻ 8000, ഇത് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ജസ്റ്റ് നമ്മുടെ റെഫറൻസിന് വേണ്ടി. ഇപ്പോൾ 8277 ബ്രാഞ്ചസ് ഉണ്ട് റൂറൽ സെക്ടറിൽ, ഗ്രാമീണ മേഖലകളിൽ, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒട്ടാകെ SBIക്ക്. സെമി അർബൻ എന്ന് പറയുമ്പം അർബൻ അല്ല, ബട്ട് റൂറലും അല്ല, 6636. പിന്നെ അർബൻ 4106. പിന്നെ മെട്രോപൊളിറ്റൻ ബ്രാഞ്ചസ് ആണ്, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ, അല്ലെങ്കിൽ അതിനുമായിട്ട് ഇപ്പം മുംബൈ, ഡൽഹി, കൽക്കട്ട, ബാംഗ്ലൂർ, കൊച്ചി, ട്രിവാൻഡ്രം ഇങ്ങനെയൊക്കെയുള്ള സിറ്റികൾ ഉൾപ്പെടെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഉടനീളം 3906 ബ്രാഞ്ചസാണ്. പിന്നെ ATMൻ്റെ കാര്യമാണ് പറഞ്ഞത്, SBIക്ക് ഉള്ളത്. ടോട്ടൽ 22,925 എന്താണ് പറയുന്നത് ബ്രാഞ്ചസ് ഉണ്ട്. ATM അല്ല, ബ്രാഞ്ചസ്. SBIക്ക് മൊത്തം 22,925. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള SBIക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ് 10,150. അത് കഴിഞ്ഞ് പിന്നെ കാനറ ബാങ്കിനാണ്. കാനറ ബാങ്കിന് 9,843 ബ്രാഞ്ചസ് ഉണ്ട്. ബാക്കി എല്ലാ ബാങ്കുകളും അതിന് താഴെ വരത്തുള്ളൂ. അപ്പോൾ ഈ 3 ബാങ്കുകളെ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ബാങ്കുകളെ ഇതിലേക്ക് ലയിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ബ്രാഞ്ചസിൻ്റെ കാര്യമാണ്. ഇനി ATMൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും SBIക്കാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ATMs. ഈ ഓൺ സൈറ്റ്, ഓഫ് സൈറ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് ഞാൻ നോക്കിയില്ല, റെഫർ ചെയ്തില്ല. ടോട്ടൽ ATMs 63,858 ഉണ്ട് SBIക്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് 11,822. കാനറ ബാങ്കിന് 11,144. അപ്പം ഈ പറഞ്ഞ 3 ബാങ്കുകളാണ് ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പം പബ്ലിക് സെക്ടറിൻ്റെ കാര്യത്തിൽ. ബാങ്ക് ഓഫ് ബറോഡയുണ്ട് 10,987, അതായത് ATMൻ്റെ കാര്യത്തിലും ബ്രാഞ്ചസിൻ്റെ കാര്യത്തിലും 8,406 ഉണ്ട്. ഓക്കെ, 8,406. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 8,612. പിന്നെ ATMൻ്റെ കാര്യത്തിൽ 8,953. അപ്പോൾ ഈ 4 ബാങ്കാണ് ടോപ്പായിട്ടുള്ള ബാങ്കുകൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം
ബ്രാഞ്ചസ് ആൻഡ് എ ടി എംസ് ഓഫ് ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൈവറ്റ് സെക്ടർ. നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്ക് HDFC ബാങ്കാണ്, HDFC ബാങ്ക് ലിമിറ്റഡ്. അപ്പോൾ അവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ സെക്ടറിലൊക്കെ അവരുടെ ബ്രാഞ്ചസ് വളരെ കുറവായിരിക്കും. സെമി അർബനിലും അതിനേക്കാൾ ഈ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിനേക്കാളിലും കുറവായിരിക്കും. ഇപ്പോൾ പബ്ലിക് സെക്ടർ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകൾക്കും റൂറൽ സെക്ടറിൽ നല്ല ബ്രാഞ്ചസും ATMസും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾക്ക് റൂറൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ബ്രാഞ്ചുകളൊന്നുമില്ല, ATMും കുറവായിരിക്കും പൊതുവെ. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ HDFC ബാങ്കിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഈ പ്രൈവറ്റ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള HDFC ബാങ്കാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കും HDFC ആണ്. 9441. അത് കഴിഞ്ഞ് 6848 ICICI ബാങ്കാണ് രണ്ടാം സ്ഥാനത്ത് ബ്രാഞ്ചിന്റെ കാര്യത്തിൽ. ബ്രാഞ്ചിന്റെ കാര്യത്തിലല്ല, ബാങ്കിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലും ICICI ബാങ്കാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പിന്നെ ATMന്റെ കാര്യത്തിലും നമുക്കറിയാം HDFC ബാങ്കാണ് മുൻപന്തിയിൽ, 21,139. പിന്നെ ICICI ബാങ്ക് 16,280. പിന്നെ വരുന്നത് ആക്സിസ് ബാങ്കാണ്. കാരണം പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ അറിയപ്പെടുന്ന ബാങ്കുകൾ, പൊതുവെ അറിയപ്പെടുന്ന ഏറ്റവും വൈഡ് സ്പ്രെഡായിട്ട് നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ എവിടെയും നമുക്കറിയാൻ സാധിക്കുന്ന HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇതുപോലുള്ള ബാങ്കുകളൊക്കെയാണ്. ബാക്കിയുള്ള ഇതുപോലെ ബാങ്കുകൾ നമ്മൾ ഓക്കെ, യെസ് ബാങ്കൊക്കെ നമ്മൾ കേൾക്കും, പക്ഷേ യെസ് ബാങ്കൊന്നും എല്ലായിടത്തൊന്നും ഇല്ല. ഇപ്പോൾ IDBI ബാങ്ക് അത്രയില്ല, IDFC ഇങ്ങനെയൊക്കെയുള്ള പ്രൈവറ്റ് സെക്ടർ മേഖലകളുണ്ട്. ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്, അതൊക്കെ വളരെ റെയറാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തം അവരുടെ 261 ബ്രാഞ്ചസേ ഉള്ളൂ ഇന്ത്യ ഉടനീളം. ATM 280 ഉള്ളൂ മൊത്തം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ. പിന്നെ നമുക്ക് ഫോറിൻ ബാങ്ക്സ് ആണ്. ഫോറിൻ ബാങ്ക്സിന്റെ കാര്യത്തിലും ഒത്തിരി ബാങ്കുകളുണ്ട് ഇവിടെ പേര് പറയുന്നത്, പക്ഷേ എല്ലാതൊന്നും ഇല്ല ഇവിടെ. അതിനകത്ത് DBS വന്ന ബാങ്കാണ് 114, മൊത്തം 507 ബ്രാഞ്ചസ് ഇന്ത്യയിലുടനീളം DBS ബാങ്ക്. അവരുടെ ATMും 761. ബാക്കി ഒന്നും തന്നെ നമുക്കിവിടെ കാര്യമാത്ര പ്രസക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക, നാഷണൽ അസോസിയേഷൻ, ആകപ്പാടെ മെട്രോപൊളിറ്റൻ 4, ടോട്ടൽ ഇന്ത്യയിൽ 4 ബ്രാഞ്ചസേ ഉള്ളൂ. ATM ഒന്നും ഇല്ല ഇവിടെങ്ങും. ആകെയുള്ള DBS ബാങ്കിന് മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് ഹോങ്കോങ് ആൻഡ് ഷാങ് HSBC. ഓക്കെ, HSBC നമുക്കറിയാം അത്യാവശ്യം പൊതുവേ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഗ്ലോബൽ ബാങ്കാണ്. അപ്പോൾ അവർക്ക് 26 ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അവരുടെ ATM 71 ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഗ്ലോബൽ ഇന്റർനാഷണൽ ബാങ്കിന്റെ കാര്യത്തിൽ പിന്നുള്ളത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. നമുക്കറിയാം സ്റ്റാൻഡ് ചാർട്ടർ എന്ന് ഷോർട്ട് ഫോമിൽ പറയും, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. മൊത്തവും പിന്നെ 100 ബ്രാഞ്ചസും 143 ATMസും. ബാക്കിയുള്ള ബാങ്കുകളിലൊക്കെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ പിന്നെ നോമിനലായിട്ട് മാത്രമേ അവരുടെ ബ്രാഞ്ചുകളും ATMസും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് പബ്ലിക് സെക്ടറിന്റെ കാര്യത്തിലും പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ ഫോറിൻ ബാങ്ക്സിന്റെ കാര്യത്തിലൊക്കെയുള്ള ബ്രാഞ്ചസും ATMസും ഒക്കെ തന്നെ. ഈ ബ്രാഞ്ചസിന്റെ എണ്ണങ്ങളും ATMിന്റെ എണ്ണങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇത് RBIയുടെ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് ഓൺ ട്രെൻഡ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ 2024-25, പ്രത്യേകിച്ച് 24 ഏപ്രിൽ മുതൽ 25 മാർച്ച് വരെയുള്ള റിപ്പോർട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വർഷങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 24 റിപ്പോർട്ട് നമുക്ക് കിട്ടും, ഈ സെയിം തന്നെ. ഓക്കെ, ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ പ്രധാനപ്പെട്ട ഇതൊക്കെ നമ്മൾ ഒരു എന്താണ് ഒരു കോമൺ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ നോളജ് എപ്പോഴും നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ളൊരു സിറ്റിസൺ ആകുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാം നമുക്കറിയാൻ സാധിക്കത്തില്ല, നമുക്ക് വലിയ അറിവും പാണ്ഡിത്യമല്ല നമ്മൾ പറഞ്ഞാൽ, എന്നാലും നമ്മൾ കോമൺ ആയിട്ടുള്ള നോളജ് നമ്മൾ തീർച്ചയായിട്ടും അറിയുക. നമ്മൾ അതിനുള്ള സോഴ്സ് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത് ഇന്ന് നമുക്ക് ലഭ്യമാണ്. കാരണം നെറ്റും ഓൺലൈനും ഒക്കെ ഇന്ന് എല്ലായിടവും എപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഏത് മേഖലയെക്കുറിച്ചുള്ള നോളജും നമുക്ക്
പിന്നെ ഒക്കെ അതൊക്കെ കൈകാര്യം ചെയ്യാനും വായിച്ച് മനസ്സിലാക്കാനും അറിയാനൊക്കെ ഉള്ളൊരു ബേസിക് ആയിട്ടുള്ള നമുക്ക് കപ്പാസിറ്റി ഇങ്ങനെ വേണം ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ എന്നാലും ഇതുപോലുള്ള നമ്മുടെ എക്കോണമി, നമ്മുടെ രാജ്യം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം, എക്കോണമി, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ വളരെ എന്താ പറയുന്നത് റെഗുലറായിട്ട് ഇതുപോലുള്ള എന്താ പറയുക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നത് ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലൊരു അറിവ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ RBIയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് നമുക്ക് ഏം, ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമി എന്ന് പറയുമ്പോൾ എക്കോണമിയിൽ ഒത്തിരി സെക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഈ നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ അധികാരികൾ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ കറൻസി, മണി, അല്ലെങ്കിൽ ഇതുപോലുള്ള ബാങ്ക് ബ്രാഞ്ചസ്, ATM ബ്രാഞ്ചസ്, അപ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നമ്മൾ ഇനി മറ്റൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.